കോഴിക്കോട് റെയിലോര റോഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തി. റെയിലോര റോഡ് പൂർത്തീകരിക്കണമെന്നും പകരം വഴി തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സത്യാഗ്രഹം. എഴുത്തുകാരൻ UK കുമാരൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് 6-ാം ഗേറ്റ് അണ്ടർപാസ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ 6-ാം ഗേറ്റിന്റെ വടക്കു ഭാഗത്തെ വഴി അടയുന്നതിനാൽ പകരം വഴി തുറന്നു നൽകണമെന്നും റെയിലോര റോഡ് പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് റെയിലോര റോഡ് കമ്മിറ്റി 6-ാം ഗേറ്റിന് സമീപം പ്രതിഷേധ സത്യാഗ്രഹം നടത്തിയത്. ജനകീയ ഐക്യം സിന്ദാബാദ്. വാർഡ് കൗൺസിലർ സഫറി വെള്ളയിൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി K ജയന്ത്, CPI കോഴിക്കോട് നോർത്ത് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AK സുകുമാരൻ, സമരസമിതി ചെയർമാൻ PS സലീഷ്, കൺവീനർ A ഷീജ, BJP വെള്ളയിൽ ഏരിയ പ്രസിഡന്റ് M അമിത്, കോൺഗ്രസ് നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് ഹീരലാൽ ബാബു എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് 6-ാം ഗേറ്റിനടുത്ത് അണ്ടർപാസ് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ വർഷങ്ങളായി താമസിക്കുന്ന മനുഷ്യന്മാർ ഇന്നൊരു സമരമുഖത്താണ്. അവർ വികസനത്തിനെതിരല്ല, അണ്ടർപാസ് വരുന്നതിനെതിരല്ല. പക്ഷേ എത്രയോ കാലമായി അവർ ജീവിച്ചു വരുന്ന ഈ സ്ഥലത്ത് അവർക്ക് അവരുടെ വാസസ്ഥലത്ത് നിന്ന് പുറത്തേക്കുള്ള എൻട്രി നിഷേധിക്കപ്പെടുന്ന, പോക്കുവരവുകൾ നിഷേധിക്കപ്പെടുന്ന, ഒരു പൗരൻ്റെ അടിസ്ഥാന ആവശ്യമായ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ തീർച്ചയായും ഈ സമരമുഖത്ത് വികസനത്തോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ സഞ്ചാര സ്വാതന്ത്ര്യം അവർക്ക് ഉറപ്പുവരുത്താൻ ഏതറ്റം വരെയും ഈ ജനാവലിയോടൊപ്പം ഞാനൊരു ജനപ്രതിനിധികൾക്കുണ്ടാവും. നമ്മുടെ പ്രിയങ്കരനായ പാർലമെൻറ്റ് മെമ്പർ MK രാഘവൻ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പല ചർച്ചകളിലും റെയിൽവേയുമായി പങ്കെടുക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നാളുകളിലും സജീവമായി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ റെയിൽവേ വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കും. അതെങ്ങനെ വേണമെന്നൊക്കെയുള്ള റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ ഒരൊറ്റയടിക്ക് ഒരു ഉത്തരവ് നൽകി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുക സാധ്യമല്ല എന്ന കൃത്യമായ അഭിപ്രായം ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ACV ന്യൂസ് കോഴിക്കോട്.